ഹായ് എവരി വൺ. അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി ഡൽഹി സുൽത്താനേറ്റിനെ പറ്റി അല്ലേ, ഡൽഹി അടിസ്ഥാനമാക്കി ഭരിച്ച അടിമ ഖിൽജി തുഗ്ലക്ക് സയ്യിദ് ലോധി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട രാജവംശങ്ങളിലൂടെയും അവരുടെ ഭരണങ്ങളിലൂടെയും എന്ത് ചെയ്യുകയുണ്ടായി, നമ്മൾ കടന്നു ചെല്ലുകയുണ്ടായി. അതിനുശേഷം പിന്നെ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ ആരെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ മുഗളന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ മുഗളന്മാർ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും ആരൊക്കെയാണ് ഇതിൽ പ്രധാനികളായി ഭരിച്ചതെന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ആരാണ് ഈ മുഗളന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഗൾ എംപറേഴ്സ് ഓഫ് ഇന്ത്യ വർ ദ സക്സസേഴ്സ് ഓഫ് മംഗോളിയൻ റൂളേഴ്സ് ചെങ്കിസ് ഖാൻ ആൻഡ് തിമൂർ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന രണ്ട് പേരുകളായിരിക്കും ചെങ്കിസ് ഖാനും തിമൂറും അല്ലേ. മംഗോളിയൻ ഭരണാധികാരികളായിരുന്ന ചെങ്കിസ് ഖാന്റെയും തിമൂറിന്റെയും സന്തതി പരമ്പരയിൽപ്പെട്ട അവരുടെ പിൻഗാമികളാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ മുഗളന്മാരെന്ന് പറയുന്നത്. ഈ മുഗളന്മാർക്ക് ഈ മുഗൾ എന്ന് പറയുന്ന പേര് കൊടുക്കുന്നത് 16-ാം നൂറ്റാണ്ടിൽ ഈ പേര് കൊടുക്കുന്ന ആരാണ്, യൂറോപ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ മുഗളന്മാർക്ക് ഈ മുഗൾ എന്ന് പറയുന്ന പേര് കൊടുക്കുന്നത്. അപ്പൊ ആരായിരുന്നു മുഗളന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെങ്കിസ് ഖാന്റെയും തിമൂറിന്റെയും പിൻഗാമികളായിരുന്നു. യൂറോപ്യന്മാരാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് ഈ മുഗളന്മാരെന്ന് പറയുന്ന പേര് കൊടുക്കുന്നത്. ഇനി ആരൊക്കെയാണ് ഇന്ത്യ ഭരിച്ച പ്രധാനപ്പെട്ട മുഗൾ ചക്രവർത്തിമാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പ്രധാനപ്പെട്ട മുഗൾ ചക്രവർത്തിമാരായി പറയാനുള്ളത് 6 പേരാണ്. അതിനുശേഷവും മുഗൾ ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു വലിയൊരു ഏരിയയൊക്കെ ഭരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. ചക്രവർത്തി എന്ന അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന 6 ചക്രവർത്തിമാരെ എന്തുണ്ടായിട്ടുള്ളൂ, നമുക്ക് ഈ മുഗൾ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുഗൾ ഭരണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടായിട്ടുള്ളൂ. അതിൽ ആദ്യത്തെ ആളാണ് ബാബർ. ആ ബാബറിനെ പറ്റിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമൻ ഹുമയൂൺ, മൂന്നാമൻ അക്ബർ, നാലാമൻ ജഹാംഗീർ, അഞ്ചാമൻ ഷാജഹാൻ, ആറാമനാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഔറംഗസേബ് എന്ന് പറയുന്നത്. ഈ 6 പേരും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ ഓർഡർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഓർത്തിരിക്കാനായിട്ട് കാലങ്ങളായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ ബാദ്ഷാ എന്ന് പറയുന്നത്. എന്താണ് ഈ ബാദ്ഷാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ, ബി ഫോർ ബാബർ ആണ് ഇവരെ ഈ ക്രോണോളജിക്കലി ഓർത്തു വെക്കാനായിട്ട്. ബി ഫോർ ബാബർ, എച്ച് ഫോർ ഹുമയൂൺ, രണ്ടാമൻ ഹുമയൂൺ, മൂന്നാമൻ അക്ബർ, എ ഫോർ അക്ബർ, ജെ ഫോർ ജഹാംഗീർ, ജെ ഫോർ ജഹാംഗീർ, എസ് എച്ച് ഫോർ ഷാജഹാൻ, എസ് എച്ച് ആരാണ്, ഷാജഹാൻ ആണ്, അല്ലെങ്കിൽ എസ് ഷാജഹാൻ ആണ്. ആൻഡ് ഫൈനലി എ ആരാണ്, ഔറംഗസേബ് ആണ്. ഈ 6 പേരാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്, ഏറ്റവും പ്രധാനികളായ അല്ലെങ്കിൽ മുഗൾ ചക്രവർത്തിമാരായിട്ട് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അപ്പൊ അത് ഓർത്തു വെക്കാനുള്ള കോഡ് നമ്മൾ അടിമ ഖിൽജി തുഗ്ലക്ക് സയ്യിദ് ലോധി എന്ന് പറഞ്ഞ് നമ്മൾ അക്കീത്തു സാലോ പഠിച്ചില്ലേ, അതുപോലെ തന്നെ മുഗളന്മാരിലെ 6 പേരെ ഓർത്തു വെക്കാൻ, 6 തലമുറകളിലെ 6 ചക്രവർത്തിമാരെ ഓർത്തു വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കോഡാണ് ഏതെന്ന് പറയുന്നത്, ബാദ്ഷാ എന്ന് പറയുന്ന കോഡ്. അപ്പൊ ഈ 6 പേരെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ എന്താ മുഗൾ ചരിത്രം കഴിഞ്ഞു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ചെറിയ 1-2 രാജാക്കന്മാരെ പറ്റി, പ്രധാനികളായ ആളുകളെ പറ്റിയും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ 6 പേരിൽ ആദ്യത്തെ വ്യക്തിയായിട്ടുള്ള ബാബറിനെ പറ്റിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ്. അപ്പൊ ആരായിരുന്നു ബാബർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാബറിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് സഹീറുദ്ദീൻ മുഹമ്മദ് എന്നാണ്. ബാബറിന്റെ ശരിക്കും പേരെന്ന് പറയുന്നത് സഹീറുദ്ദീൻ മുഹമ്മദ് എന്നാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ തിമൂറിന്റെയും ചെങ്കിസ് ഖാന്റെയും പിൻഗാമി തന്നെയാണ് ബാബർ എന്ന് പറയുന്ന വ്യക്തി. അച്ഛന്റെ ഭാഗത്ത് നിന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ തിമൂറിന്റെ പിൻഗാമിയും, അമ്മയുടെ ഭാഗത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ ചെങ്കിസ് ഖാന്റെ പിൻഗാമിയുമാണ് ആരെന്ന് പറയുന്നത്, മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ടുള്ള ബാബർ എന്ന് പറയുന്നത്. ബാബർ എന്ന് പറയുന്ന വാക്കിനർത്ഥം ലയൺ അല്ലെങ്കിൽ സിംഹം എന്നാണ്. എന്താണ് ബാബർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, ലയൺ അല്ലെങ്കിൽ സിംഹം എന്നാണ്. ഇനി ബാബർ എങ്ങനെയാണ് ഇന്ത്യയിൽ എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാബർ പല സമയങ്ങളിലായിട്ട് ഇതിനു മുമ്പും, ഇതിപ്പോൾ നമ്മൾ ആദ്യത്തെ വട്ടം വന്ന് ഭരിക്കുന്ന കേസാണ്, അതിനു മുമ്പും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, ലാഹോർ, സിയാൽകോട്ട് പോലത്തെ പല ഭാഗങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ബാബർ എന്ത് ചെയ്യണം, ഇന്ത്യ അറ്റാക്ക് ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി നോക്കി കാത്തിരിക്കുകയാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ബാബർ എന്ന് പറയുന്നതാണ്. ആ സമയത്താണ് ബാബറിന് ഒരു കൊട്ടേഷൻ പോകുന്നത്. ബാബറിനുള്ള കൊട്ടേഷൻ പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്ന് ദൗലത്ത് ഖാൻ ലോധിയാണ് എന്ത് ചെയ്യുന്നത്, ബാബറിന് കൊട്ടേഷൻ കൊണ്ടുപോകുന്നത്. ബാബറിനോട് പറയാണ്, ദൗലത്ത് ഖാൻ ലോധി എന്ന് പറയുന്നത് പഞ്ചാബിന്റെ ഗവർണറാണ്. അതുപോലെ തന്നെ മേവാറിന്റെ ഭരണാധികാരിയായിരുന്ന റാണ സംഘ, രജപുത്ര രാജാവായിരുന്ന റാണ സംഘയും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കൊട്ടേഷൻ കൊടുക്കുന്നത്. ഇവര് ബാബറിനെ ഇന്ത്യയിലോട്ട് വിളിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോധി ഡൈനാസിയിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുകയാണ് ആരെന്ന് പറയുന്നത്, ദൗലത്ത് ഖാൻ ലോധിയും റാണ സംഘ ഓഫ് മേവാറും കൂടി എന്ത് ചെയ്യുന്നത്, ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണ് ആർക്കെന്ന് പറയുന്നത്, ബാബറിന് എന്ന് പറയുന്നത്. ബാബർ ആ കാലഘട്ടത്തിൽ കാബൂളിലാണുള്ളത്. അപ്പൊ ഈ കൊട്ടേഷൻ കിട്ടിയ ബാബർ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല് ഇന്ത്യ എങ്ങനെയൊക്കെ ഒന്ന്
അറ്റാക്ക് ചെയ്ത് കീഴടക്കണം അല്ലെങ്കിൽ ഇന്ത്യയിലോട്ടൊന്ന് വരണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു ഇൻവിറ്റേഷൻ പോകുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി ബാബർ എന്ത് ചെയ്തു, ബാബറുടെ പടയാളികളെയും കൂട്ടി അങ്ങോട്ട് വന്നു, ഇന്ത്യയിലോട്ട് വന്നു. ഈ വരുന്ന വഴിക്ക് തന്നെ ഈ ദൗലത്ത് ഖാൻ ലോധിയൊക്കെ കാലുമാറുന്നതുകൊണ്ട് ദൗലത്ത് ഖാൻ ലോധിക്കിട്ട് തന്നെ ആദ്യത്തെ വെടി പൊട്ടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബാബർ പിന്നെ ഈ ആദ്യത്തെ ഇബ്രാഹിം ലോധിയായിട്ടുള്ള അറ്റാക്കിലോട്ടൊക്കെ വരുന്നത്. കാരണം ദൗലത്ത് ഖാൻ ലോധി സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറയും, പിന്നെ കാലുമാറും. അപ്പോൾ ദൗലത്ത് ഖാൻ ലോധിയുമായിട്ട് ഇടയിൽ ഒരു ചെറിയ സംഘടന ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ ബാബർ എങ്ങോട്ട് വന്നു, പാനിപ്പട്ടിലോട്ട് വന്നു. ഈ പാനിപ്പട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഇബ്രാഹിം ലോധിയുമായിട്ടുള്ള ഒന്നാം ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് അല്ലെങ്കിൽ ഒന്നാം പാനിപ്പട്ട് യുദ്ധം എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഈ പാനിപ്പട്ട് ഇപ്പോൾ കറന്റ് എവിടെയാണ്, ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഹരിയാനയിലാണ്, വീവേഴ്സ് സിറ്റി, നെയ്ത്തുകാരുടെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന പാനിപ്പട്ട് ഇപ്പോൾ കറന്റ് ഉള്ളത് ഹരിയാനയിലാണ്. അങ്ങനെ ഇബ്രാഹിം ലോധി വേഴ്സസ് ബാബർ എന്ത് ചെയ്യാണ്, ആദ്യത്തെ പാനിപ്പട്ട് യുദ്ധം അല്ലെങ്കിൽ ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടക്കുകയാണ്. ഏപ്രിൽ 21, 1526 എന്ത് ചെയ്യുന്നത്, ഈ ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടക്കുന്നത്. വളരെ 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 ഫിയേഴ്സ് ആയിട്ടുള്ള വളരെ ശക്തമായ ഒരു യുദ്ധം തന്നെയാണ് ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിൽ നടന്നത്. ഇതിൽ ആളുകളുടെ അംഗബലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇബ്രാഹിം ലോധിയുടെ ഏതെങ്കിലും എന്താ പറയുക തരത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല എന്തെന്ന് പറയുന്നത് ബാബറിനുള്ള അംഗബലം എന്ന് പറയുന്നത്. കാരണം ഇബ്രാഹിം ലോധിക്ക് ആ സമയത്ത് 1,00,000 ആളുകളും 1000 ആനയും എന്തുണ്ടായിരുന്നു, ഇബ്രാഹിം ലോധിക്ക് പടയൊരുക്കാനായിട്ടുണ്ടായിരുന്നു. അതേസമയം ബാബർ വന്നത് ബാബറിന്റെ കയ്യിലുള്ള വെറും 12,000 ആളുകളുമായിട്ടാണ് ബാബർ നാട്ടിലോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ബാബറിന്റെ കയ്യിൽ ഇബ്രാഹിം ലോധിയുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം ഉണ്ടായിരുന്നു, അതായിരുന്നു വെടിമരുന്ന് അല്ലെങ്കിൽ പീരങ്കി എന്ന് പറയുന്ന സാധനം. ഈ പീരങ്കിയോ വെടിമരുന്നോ അന്ന് വരെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന യുദ്ധങ്ങൾക്ക് എന്തായിരുന്നു, അന്യമായിരുന്നു. ആ സമയത്താണ് ഇവിടെ പീരങ്കി കൊണ്ട് അല്ലെങ്കിൽ ഒരു ഗൺ പൗഡർ കൊണ്ട് വെടിമരുന്ന് കൊണ്ട് ആര് വരുന്നത്, ബാബർ വരുന്നത്. ബാബർ നല്ല അന്തസ്സായിട്ട് വെടിമരുന്ന് വെച്ച് പൊട്ടിച്ചു, പീരങ്കി വെച്ച് പൊട്ടിച്ചു. ഈ 1000 ആനകളുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാര് കാലങ്ങളായിട്ട് യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഭയങ്കര ശക്തമായ ഒരു സാധനമാണ് ആന എന്ന് പറയുന്നത്. പക്ഷേ ഈ വെടിമരുന്നിന്റെ ശബ്ദവും അല്ലെങ്കിൽ ഇതിന്റെ ഉച്ചത്തിലുള്ള ശബ്ദവും ഈ പാവം ആനകൾക്ക് ഒട്ടും ഫെമിലിയർ ആയിരുന്നില്ല. ഈ ആനകൾ പേടിച്ചുകൊണ്ട് ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തിന് നേരെ തന്നെ എന്ത് ചെയ്യുകയാണ്, തിരിച്ചോടുകയാണ്. ഒരുപാട് പാവപ്പെട്ട സൈനികർ ഇബ്രാഹിം ലോധിയുടെ പടയാളികൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ തന്നെ ചതഞ്ഞരിഞ്ഞ് മരിക്കുന്നുണ്ട്. മാത്രമല്ല ബാബർ ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ബാബർ ആസ് എ വാരിയർ, ബാബറിനെ നമ്മളൊരു പടയാളിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ബാബർ വളരെ ശക്തനായ ഒരു പടയാളിയായിരുന്നു. മാത്രമല്ല ഒരു കിഡിലൻ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു, നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. മുന്നിൽ നിന്ന് പട നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്, ബാബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായിട്ട് അദ്ദേഹം 12,000 ആളുകളെ ഉള്ളൂ എങ്കിലും അദ്ദേഹം എഫക്റ്റീവായിട്ട് തന്റെ ഫോഴ്സിനെ വിനിയോഗിക്കുകയും ഇബ്രാഹിം ലോധിയുമായുള്ള യുദ്ധത്തിൽ വളരെ എന്താ പറയുക ആധികാരികമായി തന്നെ വിജയം നേടാൻ ആർക്ക് കഴിയുകയും ചെയ്യുകയാണ്, ബാബറിന് കഴിയുകയും ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ കഥ പറഞ്ഞു വന്നത് ദൗലത്ത് ഖാൻ ലോധി പോയിട്ട് ബാബറിനെ വിളിച്ചിട്ട് വന്നതാണ്. ബാബർ ഇവിടെ വന്നു ഇബ്രാഹിം ലോധിയായിട്ട്. ദൗലത്ത് ഖാൻ ലോധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്രാഹിം ലോധിയുടെ ഒരു ഗവർണർ തന്നെയാണ് കേട്ടോ. ഇബ്രാഹിം ലോധിയുടെ കഥ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം പറഞ്ഞതാണ്. അപ്പോൾ ഈ ദൗലത്ത് ഖാൻ ലോധി എന്ത് ചെയ്തിരിക്കുകയാണ്, ബാബറിനെ വിളിച്ചിട്ട് വന്നു. അങ്ങനെ ദൗലത്ത് ഖാൻ ലോധിക്ക് തന്നെ ആദ്യത്തെ പണി കൊടുത്തു നമ്മൾ പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിൽ ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നു. ആ ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ വളരെ ആധികാരികമായിട്ട് ആര് വിജയിച്ചു, ബാബർ വിജയിച്ചു. അതിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഡെത്ത് ഓഫ് ഇബ്രാഹിം ലോധിയും അതുപോലെ തന്നെ ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിന്റെ ഒരു ചരിത്ര എന്താ പറയാ ചിത്രവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ബാബർ വന്ന് ബാബർ ഡൽഹി ഒക്യുപ്പൈ ചെയ്തു. എന്നിട്ട് ബാബർ സ്വന്തമായിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്യാണ്, ഇനി ഞാനാണ് ഹിന്ദുസ്ഥാന്റെ ചക്രവർത്തി, ഇനി ഞാനാണ് ഇവിടുത്തെ ഈ ഹിന്ദുസ്ഥാന്റെ എംപറർ എന്ന് എന്ത് ചെയ്യുകയാണ്, ബാബർ പറയുകയാണ്. ഇതിലൊരു വലിയ ഐറണി ഉണ്ട്. ഐ ഹേറ്റ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻസ്, ഇന്ത്യയും ഇന്ത്യക്കാരെയും ഞാൻ വെറുക്കുന്നു എന്ന് ഓപ്പണായിട്ട് പ്രഖ്യാപിച്ച ഒരു ഭരണാധികാരി കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത്, ബാബർ എന്ന് പറയുന്നത്. പക്ഷെ എന്നിരിക്കൽ കൂടി ഇന്ത്യ എപ്പോഴും ആക്രമിച്ച് കീഴടക്കാനും ഇന്ത്യ ഭരിക്കാനുമുള്ള വല്ലാത്തൊരു മോഹം ബാബറിന്റെ ഉള്ളിൽ ഉണ്ടാവുകയും ആ മോഹം എന്ത് ചെയ്യുകയാണ്, ബാബർ ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിലൂടെ പൂവണിയിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്, മുഗൾ ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏതാണ്, മുഗൾ ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണുടച്ച് നിങ്ങൾക്ക് ഇനി പറയാൻ കഴിയണം, അത് ഒന്നാം ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526. ഡേറ്റ് അടക്കം ചോദിക്കാറുണ്ട്. ഏപ്രിൽ 21 ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് പറയാൻ പറ്റണം. ആരൊക്കെ തമ്മിൽ നടന്നു, ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിൽ നടന്നു. എന്താണ് അതിന്റെ പ്രത്യേകത, പീരങ്കി ആദ്യമായിട്ട്, വെടിമരുന്നതിന് മുമ്പുണ്ട്. ബട്ട് നമ്മൾ ഇതാണ് പറയാറുള്ളത്. ചെറിയൊരു വേരിയേഷൻ കവടയുടെ നോക്കുമ്പോൾ കാണാറുണ്ട്. ബട്ട് നോർമലി ബാബറാണ് ആദ്യം ഉപയോഗിച്ചെന്നുള്ള രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മളത് പറയാറുള്ളത്. അല്ലെങ്കിൽ പീരങ്കി ആദ്യമായി ഉപയോഗിക്കുന്ന ആര് തന്നെയാണ്, ബാബർ തന്നെയാണ്. അങ്ങനെ ബാബർ ഡൽഹിയിലെത്തി. ബാബർ ഡൽഹി ആസ്ഥാനമാക്കി ഭരിക്കാൻ തീരുമാനിക്കുകയാണ്. ഹിന്ദുസ്ഥാന്റെ എംപറർ ആയിട്ട് എന്ത് ചെയ്യുകയാണ്, സ്വന്തം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇനി മൂപ്പരുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ഭാഗത്തും രജപുത്രന്മാരും അഫ്ഗാൻസും ഒക്കെ ചെറുതായിട്ടൊന്ന് കടന്ന് നികളിക്കുന്നുണ്ട്. അവരെയൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് തല്ലി ഒതുക്കേണ്ടതുണ്ട്. അതിനുള്ള പരിപാടികളായി ബാബറിന്റെ അടുത്ത അജണ്ട എന്ന് പറയുന്നത്. അങ്ങനെ ആ സമയത്ത് വളരെ
ശക്തനായ ഒരു രജപുത്ര രാജാവായിരുന്ന റാണ സംഗയുമായിട്ട് എന്ത് ചെയ്യുകയാണ്, അടുത്ത യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിന്റെ പേരാണ് ഇതെന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് കൻവ എന്ന് പറയുന്നത്. ഈ റാണ സംഗയ്ക്കും ഒരു പ്രത്യേകത, റാണ സംഗയും നമ്മുടെ നേരത്തെ പറഞ്ഞ ദൗലത് ഖാൻ ലോധിയും കൂടിയാണ് ബാബറിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇവരെല്ലാവരും വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയും തീർത്ത് ബാബർ അടുത്ത വിമാനത്തിൽ തിരിച്ച് കാബൂളിലോട്ട് തന്നെ പോകുന്ന വിചാരിച്ചത്. പക്ഷെ ബാബറിന്റെ ഉള്ളിലുള്ള ഒരു ലക്ഷ്യം എന്താ പറയാ, അവർക്ക് ആർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ബാബർ വന്നു, ബാബർ അറ്റാക്ക് ചെയ്തു, ബാബർ കീഴ്പ്പെടുത്തി, ബാബറിനെ ഇവിടെ ഭരിക്കാൻ തീരുമാനിക്കാന്ന് പറഞ്ഞു. ഞാനാണ് ഇവിടുത്തെ ഹിന്ദുസ്ഥാന്റെ എംപറർ എന്ന് എന്ത് ചെയ്തു, ബാബർ അനൗൺസ് ചെയ്യാണ്. അങ്ങനെ തിരിച്ചു പോകാതായപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ രജപുത്ര രാജാക്കന്മാരുമായിട്ടൊരു യുദ്ധം അനിവാര്യമായി. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു റാണ സംഗ എന്ന് പറയുന്നത്. അങ്ങനെ ആഗ്രയ്ക്ക് അടുത്തുള്ള കൻവയിൽ വെച്ചിട്ട് 17 തീയതി മാർച്ച് 1527 റാണ സംഗയും ബാബറും ഏറ്റുമുട്ടി. വളരെ ദാരുണമായി തന്നെ റാണ സംഗ പരാജയപ്പെട്ടു. ബാബർ എന്ത് ചെയ്യുകയാണ്, ഈ യുദ്ധത്തിലും വിജയിക്കുകയാണ്. ഇതിനുശേഷമാണ് ബാബർ ഗാസി എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ എന്ത് ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നത്. ബാബർ ഗാസി എന്ന് പറയുന്ന ഒരു പേര് സ്വന്തം പേരിനോട് ചേർക്കുന്നത്, ആ ഒരു ടൈറ്റിൽ അസ്യൂം ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ അസ്യൂം ചെയ്യുന്നത് എപ്പോഴാണ്, ബാറ്റിൽ ഓഫ് കൻവ 1527 വിജയിക്കുമ്പോഴാണ്. സോ സിമ്പിൾ ആയിട്ട് ഓർത്ത് വയ്ക്കാം, ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് 1526, ബാറ്റിൽ ഓഫ് കൻവ 1527 കഴിഞ്ഞില്ല. ഒരെണ്ണം കൂടി വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒന്നല്ല, എന്നാലും ഓർത്ത് വെച്ചോ, ബാറ്റിൽ ഓഫ് ചന്ദേരി 1528. ചന്ദേരിയിലെ മേദിനി റായ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയായിട്ടുള്ളതാണ്. അതിലും എന്ത് ചെയ്യുകയാണ്, ബാബർ ആധികാരികമായി ജയിക്കുകയാണ്. അപ്പൊ 26, 27, 28 3 കൊല്ലം കണ്ടിന്യൂസ് നടന്നു, കഴിഞ്ഞില്ല. ഒന്നുകൂടി ലാസ്റ്റത്തെ ബാറ്റിൽ ഓഫ് ഗാഗ്ര. ബാറ്റിൽ ഓഫ് ഗാഗ്ര എന്ന് പറയുന്നത് ബാബറും മുഹമ്മദ് ലോധിയും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ്. ഈ മുഹമ്മദ് ലോധി എന്ന് പറയുന്നത് ഇബ്രാഹിം ലോധിയുടെ ബ്രദറാണ്. പിന്നെ അതിലുണ്ടായിരുന്ന കുറച്ച് ചോട്ട ആളുകളാണ് സുൽത്താൻ നുസ്രത് ഷാ എന്ന് പറയുന്ന ആൾ, ഇബ്രാഹിം ലോധിയുടെ സൺ ഇൻ ലോ ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ബാറ്റിൽ ഓഫ് ഗാഗ്ര നടക്കുന്നത് ബാബറും മുഹമ്മദ് ലോധിയും തമ്മിലാണ്. ഈ യുദ്ധത്തിലും ആര് തന്നെ ജയിച്ചു, ബാബർ തന്നെ ജയിച്ചു. നമുക്കറിയാം ഈ ലോധി ഡൈനാസ്റ്റി എന്ന് പറയുന്ന അഫ്ഗാൻ ഡൈനാസ്റ്റിയാണ്, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ബാബർ ഈ അഫ്ഗാൻസിനെതിരെ പൊരുതുന്ന അവസാനത്തെ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ഗാഗ്ര എന്ന് പറയുന്നത്. ഇതോടുകൂടി എന്ത് ചെയ്തു, അവർ പിക്ചറിൽ പോലും ഇല്ലാത്ത രീതിയിലോട്ട് മാറ്റിയെടുക്കാൻ ആർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്, ബാബറിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനൊരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് 26 പാനിപ്പെട്ട് മുതലാണ് നമ്മൾ തുടങ്ങിയത്. 26 പാനിപ്പെട്ട് ഇബ്രാഹിം ലോധി ആൻഡ് ബാബർ അല്ലെ, 26 പാനിപ്പെട്ട് യുദ്ധം ഇബ്രാഹിം ലോധി ആൻഡ് ബാബർ ജയിച്ചു. 27 ബാബർമാരൊക്കെ തമ്മിലാണ്, നമ്മുടെ റാണ സംഗയും ബാബറും തമ്മിൽ എഗെയിൻ ആര് തന്നെ ജയിച്ചു, ബാബർ തന്നെ ജയിച്ചു. 28 ബാബർ വേഴ്സസ് മേദിനി റായ് ആര് തന്നെ ജയിച്ചു, ബാബർ തന്നെ ജയിച്ചു. 29 ബാബർ വേഴ്സസ് മുഹമ്മദ് ലോധി, അതിലും ആര് തന്നെ ജയിച്ചു, നമ്മുടെ ബാറ്റിൽ ഓഫ് ഗാഗ്ര പേര് ഞാൻ പറഞ്ഞിരുന്നു, ബാറ്റിൽ ഓഫ് ഗാഗ്ര ആര് തന്നെ ജയിച്ചു, നമ്മുടെ ബാബർ തന്നെ ജയിച്ചു. ഇപ്പൊ 26 പാനിപ്പെട്ട്, 27 കൻവ, 28 ചന്ദേരി, 29 ഗാഗ്ര, 4ലും ആര് തന്നെ ജയിച്ചു, ബാബർ തന്നെ ജയിച്ചു. 4ലും വ്യത്യസ്തമായ ആളുകൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. അഫ്ഗാനിസ്ഥാനി രജപുത്രന്മാരെയൊക്കെ ബാബർ തന്നാലാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക തന്നെ ചെയ്തു, ശക്തമായി അടിച്ചമർത്തുക തന്നെ ചെയ്തു. ഈ ബാബർ അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ് സാഹസികനായ മുഗൾ ഭരണാധികാരി എന്ന്. ബാബർ അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ് സാഹസികനായ മുഗൾ ഭരണാധികാരി എന്ന്. മാത്രമല്ല അദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരായിരുന്നു ആത്മകഥാകാരന്മാരുടെ രാജകുമാരൻ എന്ന്. അങ്ങനെ അറിയപ്പെടാൻ ഒരു കാരണമുണ്ട്. മൂപ്പരുടെ സ്വന്തം ആത്മകഥ എഴുതിയിട്ടുള്ള ആളാണ് തുസുക്കി ബാബരി അല്ലെങ്കിൽ ബാബർ നാമ എന്ന പേരിൽ സ്വന്തം ആത്മകഥ എഴുതിയിട്ടുള്ള ഒരു മുഗൾ ചക്രവർത്തിയാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ബാബർ എന്ന് പറയുന്നത്. ബാബർ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു, പടയാളി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒപ്പം തന്നെ ബാബർ നല്ലൊരു പണ്ഡിതനായിരുന്നു. ബാബറിന് നല്ല രീതിയിൽ എഴുത്തും വായനയൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിവുണ്ടായിരുന്ന ആൾ കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത്, ബാബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചക്രവർത്തി ആയിരിക്കൽ കൂടി ബാബർ സ്വന്തമായി എന്ത് ചെയ്തിട്ടുണ്ട്, ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരാണ് തുസുക്കി ബാബരി അല്ലെങ്കിൽ ബാബർ നാമ എന്ന് പറയുന്നത്. ആ പേര് ഭയങ്കര ഒബ്വിയസ് ആയതുകൊണ്ട് തന്നെ പല പരീക്ഷകളിലും ചോദിക്കാറുള്ളത് ഇത് ഏത് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് ചോദിക്കാറുള്ളത്. തുസുക്കി ബാബരി അല്ലെങ്കിൽ ബാബർ നാമ എഴുതിയിട്ടുള്ളത് തുർക്കി ഭാഷയിലാണെന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അങ്ങനെ ഒരു വിളിപ്പേര് കൂടി ബാബർക്ക് കിട്ടുകയാണ്, ആത്മകഥാകാരന്മാരുടെ രാജകുമാരൻ എന്ന്. 1530 ആഗ്രയിലോട്ട് തിരിച്ചു പോകും വഴി കാബൂളിലോട്ട് തിരിച്ചു പോകും വഴി ആഗ്രയിൽ വെച്ച് എന്ത് ചെയ്തു, ബാബർ മരണപ്പെട്ടു. ഇനി വന്നത് മരിക്കുമ്പോൾ ബാബറിന് ഒരു 46 വയസ്സോ 47 വയസ്സോ ഉള്ളൂ. അങ്ങനെ പോകുന്ന വഴി എന്ത് ചെയ്തു, ബാബർ മരണപ്പെട്ടു. എന്നിട്ട് ബാബറിന്റെ മൃതദേഹം അടക്കം ചെയ്യുന്നത് ആഗ്രയിലാണ്. ബാബറിന്റെ മൃതദേഹം അടക്കം ചെയ്തത് ആഗ്രയിലാണെങ്കിൽ കൂടി ബാബറിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് തന്റെ മൃതദേഹം അടക്കം ചെയ്യേണ്ടത് കാബൂളിലാണ് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ നിന്ന് റിക്കവർ ചെയ്യുകയും എന്നിട്ട് കാബൂളിൽ കൊണ്ടുപോയി, അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയി, ഇന്ത്യക്ക് പുറത്താണ് ഓർത്തു വയ്ക്കണേ, അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ എന്ത് ചെയ്യുകയും ചെയ്തു, അദ്ദേഹത്തിന്റെ മൃതദേഹം അടക്കം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മറ്റാർക്കും കിട്ടാത്ത, മറ്റൊരു മുഗൾ ചക്രവർത്തിക്കും അല്ലെങ്കിൽ
മറ്റൊരു ചക്രവർത്തിക്കും ഇന്ത്യൻ ചരിത്രം പരിശോധിക്കുമ്പോൾ കിട്ടാത്തൊരു പ്രത്യേക ബഹുമതി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഒരു പ്രത്യേക സവിശേഷത ബാബറിനുണ്ട്. ഡബിൾ ബറിയൽ കിട്ടിയിട്ടുള്ള 2 വട്ടം തന്റെ മൃതദേഹം അടക്കം ചെയ്തിട്ടുള്ള ഒരേ ഒരു ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്, ബാബർ എന്ന് പറയുന്നത്. ആദ്യം ആഗ്രയിലാണ്, പിന്നീട് എങ്ങോട്ട് മാറ്റി, കാബൂളിലോട്ട് മാറ്റി. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട് ബാബറിന്റെ ടൂംബ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, ബാബറിന്റെ ടൂംബ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് പറയണം അതുള്ളത് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലാണ്. ആഗ്രയിൽ ആദ്യം അടക്കം ചെയ്തുവെങ്കിലും പിന്നീട് അത് മാറ്റി എങ്ങോട്ട് സ്ഥാപിക്കുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലോട്ട് സ്ഥാപിക്കുന്നുണ്ട്. പിന്നെ ബാബർനാമ എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലെങ്കിൽ ദുസുക്കി ബാബറി എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അനദർ ഫീച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ വാസ് ദ അബണ്ടൻസ് ഓഫ് സ്കിൽഡ് ലേബറേഴ്സ് ഇൻ വേരിയഡ് പ്രൊഫഷൻസ്. ഓരോ ജോലിയും ചെയ്യാൻ ഒരു ഇഷ്ടം പോലെ ആളുകളുണ്ട്. ദോസ് ഹു എൻഗേജ്ഡ് ഇൻ ഈച്ച് പ്രൊഫഷൻ ബിലോങ് ടു എ സെപ്പറേറ്റ് കാസ്റ്റ്. ഓരോ ജോലി ചെയ്യുന്നവരും ഓരോരോ ജാതിയിൽപ്പെട്ടവരായിരുന്നു. ദീസ് പ്രൊഫഷൻസ് വെർ ഹെറിഡിറ്ററി ഹാൻഡ് ഡൗൺ ടു ദ കമ്മിങ് ജനറേഷൻസ്. ഇത് പാരമ്പര്യമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ്, കൈമാറി വന്നിട്ടുള്ളതാണ്. എന്നിങ്ങനെയുള്ള ബാബർ എഴുതിയിട്ടുള്ള ബാബർനാമയിൽ ഈ വളരെ ആധികാരികമായിട്ട് നിങ്ങൾക്ക് വായിച്ചത് മനസ്സിലാവും. ഒരിക്കലും ഒരു ചുമ്മാ ഒരു എഴുതിയിട്ടുള്ള ഒരു സാധനം എന്നല്ല, വളരെ ആധികാരികമായിട്ട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അദ്ദേഹം അന്ന് തന്റെ സ്വന്തം ആത്മകഥ എഴുതിയിട്ടുള്ളത്. ആത്മകഥ എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും വിചാരിക്കുന്നു, ഓട്ടോബയോഗ്രഫിയാണ് അല്ലെ. ഓട്ടോബയോഗ്രഫി എന്ന് പറയുമ്പോൾ എന്താണ്, എന്താ പറയാ, എന്നെപ്പറ്റി എന്റെ കഥ ഞാൻ തന്നെ എഴുതിയത് ഓട്ടോബയോഗ്രഫിയാണ് അല്ലെ. എന്നെപ്പറ്റി വലിയ ഫേമസ് ഒക്കെ ആകുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എഴുതി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, ബയോഗ്രഫി ആയിട്ട് മാറും. ഞാൻ എന്നെപ്പറ്റി പറഞ്ഞതല്ല, ഞാൻ പൊതുവെ പറഞ്ഞതാണ്. ഓട്ടോ എന്ന് വെച്ചാൽ നമുക്കറിയാലോ, സ്വയം എഴുതുന്ന ബയോഗ്രഫി, സ്വന്തമായി എഴുതുന്ന ബയോഗ്രഫി, അതാണ് ഇതെന്ന് പറയുന്നത്. ബാബർ എഴുതിയ ബയോഗ്രഫിയാണ് ഇതെന്ന് പറയുന്നത്, തുസൂക്കി ബാബരി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബാബറിനെ പറ്റിയുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. എങ്ങനെയാണ് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറയിടുന്നതെന്നും, എങ്ങനെയാണ് ഇവിടെ മുഗളന്മാർ വരുന്നതെന്നും, ആരാണ് വിളിച്ചതെന്നും, ആര് വിളിച്ചിട്ടാണ് ബാബർ വന്നതെന്നും, എങ്ങനെയാണ് ഇവിടെ ബാബർ ഭരിച്ചു തുടങ്ങിയെന്നുള്ള കഥയൊക്കെ എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു. ഇനി ബാബറിന് ശേഷം പിന്നീട് വരുന്നത് ബാബറിന്റെ മകനായിരുന്ന മൂത്തപുത്രനായിരുന്ന ഹുമയൂണാണ് എന്ത് ചെയ്യുന്നത്, അധികാരത്തിൽ വരുന്നത് അല്ലെ. നമ്മുടെ കോഡ് എന്തായിരുന്നു, ബാദ്ഷാ എന്നായിരുന്നു നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. അതിലെ ബാബർ എന്ത് ചെയ്യുകയാണ്, ബാബർ എന്ന പേര് നമ്മൾ എന്ത് ചെയ്യുകയാണ്, വെട്ടുകയാണ്. നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് ആരെ പറ്റിയാണ്, ഹുമയൂണിനെ പറ്റിയാണ്. ഹുമയൂണിനെ പറ്റി പറയുമ്പോൾ ഹുമയൂൺ എന്ന് പറയുന്ന പേരിനർത്ഥം ഫോർച്ചുനേറ്റ്, ഭാഗ്യം, ഏറ്റവും ഭാഗ്യമുള്ളവൻ എന്നൊക്കെയാണ്. ഞാൻ വഴിയെ ഡീറ്റെയിൽ ആയിട്ട് പറയും. പക്ഷെ ഏറ്റവും ഭാഗ്യം കെട്ട മുഗൾ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് പറയാറുള്ളത്, ഹുമയൂണിനെയാണ് പറയാറുള്ളത്. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു എന്നുള്ള കഥയെല്ലാം എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ ഹുമയൂണിന്റെ കഥകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ഷമയോടെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.